അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലിനെ പറ്റിയുള്ളതാണ്. ഈ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയും. ആ സ്കില്ലാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി. ഇത് ഈ വിഷയത്തെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. സ്വന്തം വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. തീർച്ചയായും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ആദ്യ പടിയാണ് ഇത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പലതരം വികാരങ്ങളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവ്. അതാണ് EI അഥവാ ഇമോഷണൽ ഇൻ്റലിജൻസ്. എല്ലാവരും IQവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ് ബൗദ്ധിക ജ്ഞാനം? പലരെയും മിടുക്കന്മാരും മിടുക്കികളുമൊക്കെ ആക്കി മാറ്റുന്നത് IQവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഹയർ IQ ഉള്ള ആളുകളേക്കാൾ 70% കൂടുതൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ആവറേജ് IQ ഉള്ള ആളുകളാണ്. ഈ രണ്ട് കൂട്ടർക്ക് ഇടയിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആവറേജ് IQ ഉള്ളവർക്ക് EI അല്ലെങ്കിൽ EQ കൂടുതലായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടെ വികാരങ്ങളെ പല സാഹചര്യത്തിലും കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിച്ചു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലോ, കേവലം ഭൗതിക ജ്ഞാനം കൊണ്ട് മാത്രം കാര്യമില്ല. അടിസ്ഥാനപരമായി ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് പല മനുഷ്യരുടെയും ജീവിതത്തിൽ വിജയവും പരാജയവും ഒക്കെ കൊണ്ടുവരുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്തിനാണ് EI, എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. കുട്ടികൾ തുടങ്ങി പ്രായമായവർ വരെ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് EI. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുടനീളം അവൻ അല്ലെങ്കിൽ അവൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ മേഖലയിലും ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു വീട്ടമ്മയാണെങ്കിലും, വർക്കിംഗ് പേഴ്സൺസ് ആണെങ്കിലും, ഒരു ലീഡറാണെങ്കിലും, ഭരണാധികാരിയാണെങ്കിലും, അമ്മ, അച്ഛൻ, ജ്യേഷ്ഠൻ, അനിയത്തി, ഭർത്താവ്, ഭാര്യ, അമ്മുമ്മ, അപ്പൂപ്പൻ, അയൽവാസി, അങ്ങനെ ഒരു മനുഷ്യൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് മേഖലയിലും EIക്കൊരു പ്രധാന റോളുണ്ട്. ഈ മുകളിൽ പറഞ്ഞ മേഖലകളിൽ എപ്പോഴെങ്കിലുമൊക്കെ വികാരം നിയന്ത്രിക്കാനാകാതെ നാം പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളോ ചെയ്തു പോയ പ്രവൃത്തികളോ ഒക്കെ ഒരു ബന്ധം വഷളാകുന്നതിനും ഒരു സാഹചര്യം മോശമാകുന്നതിനുമൊക്കെ കാരണമായിട്ടുണ്ടാവാം. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിയേക്കാം. എന്നാൽ ഇനി ഒരവസരത്തിൽ നമ്മുടെ കൺട്രോൾ വികാരത്തിന് വിട്ടുകൊടുക്കാതെ ആ വികാരങ്ങളെ നാം നിയന്ത്രിക്കുന്നിടത്താണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം. അടുത്തതായി ഈ ഒരു സ്കിൽ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നോക്കാം. അതിന് പ്രധാനമായും നമുക്ക് 5 ക്വാളിറ്റീസ് ഉണ്ടാവണം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 സെൽഫ് അവെയർനെസ് ആണ്, സ്വയം അവബോധം ഉണ്ടായിരിക്കുക. 2 മാനേജ് ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും നമുക്ക് അറിഞ്ഞിരിക്കണം. 3 മോട്ടിവേഷൻ, പ്രേരണ. 4 എമ്പതി, കരുണയുള്ളവരായിരിക്കുക. 5 സോഷ്യൽ സ്കിൽസ്, സാമൂഹ്യപരമായിട്ടുള്ള കഴിവുകളുണ്ടല്ലോ അത്. ഇവയോരോന്നും ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഇവയെല്ലാം ഒന്നിച്ച് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ വീഡിയോ വളരെ ലെങ്തി ആയി പോവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ ഓരോന്നോരോന്നായി വരും വീഡിയോകളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെ നന്ദി. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, അത് പ്രയോജനകരമാണോ, ഇതറിഞ്ഞിരിക്കേണ്ടതാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.